ഇത് ഞങ്ങൾ ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട്. നമുക്കിന്നൊരു കമ്പം ചോളം കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ നമ്മളുടെ പഴയ കാല സ്കൂൾ ഓർമ്മകൾ. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്കൂളിൽ 1 തുടങ്ങി 4 വരെയുള്ള സ്കൂളിലാണ് ഈ കമ്പം ചോളപ്പൊടിയും കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ഈ ഉപ്പുമാവ് ഞങ്ങളുടെ അവിടുത്തെ ആൻറ്റിമാരും ഉണ്ടാക്കി തരുമായിരുന്നു. ആ ഉപ്പുമാവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഞാൻ ദേ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് അതിലേക്ക് ആയിക്കോളും. അതിനുശേഷം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കൂലേ, അതേപോലെ നമുക്ക് ഈ പൊടി നനച്ചെടുക്കും. ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ്. ഇനി അത് പുട്ടിന് നനയ്ക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കൂലേ, അതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ പൊടി. ഞാനിപ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ട്. ഇപ്പം ഇത് നനയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ പഴയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ കഴിച്ച ആ ഉപ്പുമാവിൻ്റെ മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചെറുപ്പത്തിൻ്റെ ഓർമ്മയിലേക്ക് പോകാം എല്ലാവർക്കും ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ. ഇതിങ്ങനെ ശരിക്കും കട്ടാതെ ഇങ്ങനെ നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതൊരു സ്റ്റീമറിൽ വെച്ച്, സ്റ്റീമറോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കണയിലേ അതിലോ നമുക്ക് എന്തിലും വേണമെങ്കിലും, സ്റ്റീമർ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അതിന് ശേഷമാണ് നമ്മളിത് ഉപ്പുമാവാക്കി എടുക്കുന്നത്. സ്റ്റീമർ ഞാൻ അടപ്പത്ത് വെച്ച് ആവി വന്നു. ഇനി നമുക്ക് നമ്മളുടെ ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കട്ടാതെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്നങ്ങോട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ വെന്ത് വരുമല്ലോ ഇത് ആവിയിൽ. അതിന് ശേഷമാണ് നമ്മളിത് ഉപ്പുമാവാക്കി എടുക്കണേ കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതെ, നമ്മൾ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവിയിലത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നോക്കുമ്പോൾ നമുക്കറിയാം നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെന്തു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഉപ്പുമാവ് റെഡിയാക്കാൻ ഞാനൊരു പാൻ ഇടപ്പത്ത് വെച്ച് ചൂടായപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങി. ഒരു 2 ടേബിൾ സ്പൂൺ കടുക് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കുറച്ച് കറിവേപ്പില. അതേപോലെ തന്നെ ഒരു 10 കാന്താരി മുളക്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിട്ടിരിക്കുന്ന ഉള്ളി നമ്മളുടെ കുഞ്ഞുള്ളിയില്ലേ, ചുമന്നുള്ളി, അതാട്ടോ. സവോള അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ ഉള്ളിയാണ് നല്ലത്. ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് വരുന്നത്. നമുക്കൊരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇതൊന്ന് ഉപ്പ് പിടിക്കേണ്ടതില്ല. ഇത് നമ്മൾ അധികം ഉപ്പൊന്നും ചേർക്കൊന്നുമില്ല. പിന്നെ നമ്മൾ പൊടി നനച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടാണ് ആ പൊടി നനച്ചത്. അപ്പോൾ ഇനി അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതേ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
കുറേയൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ സംഭവത്തിന് മഞ്ഞ കളറാണ് കമ്പപ്പൊടിക്ക്. പിന്നെ ഒരു ടേസ്റ്റേ നമുക്ക് ഈ ഉള്ളിക്കൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ ആവണ്ടേ, അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ, കുറേ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന 2.5 ഗ്ലാസ് പൊടിയാണ്, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മതിയോ, ഭാഗം വെള്ളം കേട്ടോ. ഭാഗം വെള്ളം. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ചു വന്നു. അപ്പോൾ നമ്മൾ പയ്യെ സിമ്മിലേക്ക് ആക്കിയിട്ട് ഇത് കുറച്ച് ഇട്ട് കൊടുത്ത് യോജിപ്പിക്കാം. ഒക്കെ ഒന്നിച്ചിടണ്ട, കുറച്ച് ഇട്ട് കൊടുത്ത്. ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്ന് ഇതിലേക്ക് ഒന്നും കൂടി അങ്ങോട്ട് ആക്കിയെടുക്കണം. ഇതെല്ലാത്തിലേക്കും ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അതങ്ങോട്ട് ഒരു 3-4 സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതിലേക്ക് ഇരുന്ന് നമ്മുടെ ഉപ്പുമ റെഡി ആയി കിട്ടും. നമ്മളുടെ ഉപ്പുമ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയത് ഒരു തരി വെള്ളമില്ല, നോക്കി എല്ലാം നല്ലത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അന്നൊക്കെ നമുക്ക് മുളകൊന്നും ഇടാറില്ല കേട്ടോ പഴയ കാലത്ത്. ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റിക്കും ഒരു ഭംഗിക്കൊക്കെ വേണ്ടി മുളകൊക്കെ ഇത്തിരി ഇട്ടുന്നുള്ളൂ. അന്ന് മുളകും പച്ചമുളകൊന്നും ഇടാറില്ല എന്നാണ്. കുറച്ച് എന്താ പറയുക, കരിവേപ്പിലൊക്കെ ഇടാറുണ്ട്, മുളകൊന്നും അധികം ഇടാറില്ല, കൊച്ചുങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. Let's go back to when trees were sun, kids across the lane, Savannah, I'm coming home, Savannah, we'll never be alone, Savannah.